ഇന്നത്തെ ഞാൻ അറിയിക്കാൻ പോകുന്നൊരു വിഷയം തന്നെ, ഒരു മനുഷ്യന് 100 ആടുകളുണ്ടായിരുന്നു. അതിൽ ഒന്ന് കാണാതെ പോയി. 99 ആ വനാന്തരത്തിൽ വിട്ടിട്ട് ഒരെണ്ണത്തെ തേടിപ്പോകുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ്. 99 ആടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാട് കാണാതെ പോയ ആട് ഏതാണ്? ഇത് രണ്ടും നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം ഒരു മനുഷ്യന് വായിക്കാം, ലൂക്കാ 15:4 വായിക്കാം. നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ടായിരുന്നു എന്നിരിക്കട്ടെ. അതിൽ ഒന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിൽ എടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചു കൂട്ടി, കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിൻ. കാണാതെ പോയ ആടിനെ കണ്ടുകിട്ടിയതുകൊണ്ട് എന്നോടുകൂടെ സന്തോഷിക്കും. ഈ 100 ആട് 99 വനാന്തരത്തിൽ മണൽക്കാട്ടിൽ വിട്ടിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ആട് 99 ആടും ആ വനാന്തരത്തിൽ തന്നെ നിൽക്കുമോ? അതെന്താണ്? മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് ആണ് ഈ പറയുന്നത്. അപ്പോൾ ഇത് നീതിമാന്മാരാണ് 99. അവർ മാനസാന്തരം കണ്ട ആവശ്യമില്ല. അതും ആലോചിക്കണം. ഒരെണ്ണം കാണാതെ പോയി. ഈ ആട്ടിടയൻ കാണാതെ പോയതിനെ ഒന്നിനെ തേടി കാട്ടിലേക്ക് പോകുമ്പോൾ ഈ 99 അവിടെ നിൽക്കില്ല. അപ്പോൾ അതെന്താണ്? ഈ 99 ആട്ടിടയൻ പോകുന്നതിൻ്റെ പിന്നാൽ കൂടവേ പോവും, കാട്ടിൽ പോവും, അവിടെ നിൽക്കില്ല. അപ്പോൾ എത്ര സമയം എടുത്തിരിക്കും ആ കാട് മുഴുവനും ചുറ്റി നടന്ന് ഒരാടിനെ കണ്ട് തോളിലെടുത്ത് ചുമന്നുകൊണ്ട് വരണമെങ്കിൽ എത്ര സമയം പിടിച്ചിരിക്കും? അതൊക്കെ ചിന്തിക്കും. അപ്പോൾ 99 എന്താണ്? എവിടെയാണ് അത് നഷ്ടമായത്? ഒരെണ്ണം നഷ്ടമായത് എവിടെയാണ്? നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പ്. 1-ാം ദിവസം സൃഷ്ടിച്ച് പെർഫെക്റ്റായി സൃഷ്ടിച്ച്, 2-ാം ദിവസം സൃഷ്ടിച്ച് പെർഫെക്റ്റായി സൃഷ്ടിച്ച്, 3-ാം ദിവസവും അതേപോലെ സൃഷ്ടിച്ച് പെർഫെക്റ്റായി സൃഷ്ടിച്ച് നല്ലതെന്ന് വേണ്ടി 4-ാം ദിവസവും 5-ാം ദിവസവും 6-ാം ദിവസവും മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ 6 ദിവസത്തെ സൃഷ്ടിപ്പിൽ പിതാവായ ദൈവം പരിപൂർണമായി സൃഷ്ടിച്ചു. പരിപൂർണമായി 100%. അതിൽ യാതൊരു കുറവും അവിടെ വച്ചിട്ടില്ല. എല്ലാം പെർഫെക്റ്റായി സൃഷ്ടിച്ചത്. ഈ സൃഷ്ടിപ്പിൽ പിതാവായ ദൈവം ഇങ്ങനെ സൃഷ്ടിച്ച മനുഷ്യനെ കാണുവാൻ വേണ്ടി ദിവസവും വൈകുന്നേരം വരും. വൈകുന്നേരം വന്നിട്ട് ഈ മനുഷ്യനെ വിളിക്കും. മനുഷ്യനെ വന്ന് കാണും. ഒരു ദിവസം അങ്ങനെ ഇരിക്കുമ്പോൾ ഏത് പെട്ടെന്ന് നടക്കുന്ന സംഭവമല്ല. ഏറെക്കുറെ ഒരു 300 വർഷം അടുപ്പിച്ച് വരുന്ന സമയമാണ്. 300 വർഷം ആദാമൻ സൃഷ്ടിച്ച് ഏകദേശം 300 വർഷം അടുപ്പിച്ച് വരുന്ന സമയമാണ് മനുഷ്യൻ പാപം ചെയ്യുന്നത് എന്ന്. ആ സമയം പിതാവായ ദൈവം വൈകുന്നേരം വരുമ്പോൾ ആദാമിനെ കാണുന്നില്ല. നോക്കുകയാണ്, എവിടെയും കാണുന്നില്ല. ആദാമേന്ന് വിളിക്കുന്നു. ഞങ്ങൾ നഗ്നരായതുകൊണ്ട് ഒളിച്ചിരിക്കുകയാണ്. നീ എങ്ങനെ നഗ്നരായി? ഞാൻ പറഞ്ഞത് തിന്നരുതെന്ന് പറഞ്ഞാൽ തിന്നു. തിന്നു. അങ്ങനെ അവിടെ തോട്ടത്തിൽ നിന്ന് വെളിയിലാക്കപ്പെടുന്നു. അവിടെ കാണാതെ പോകുന്നു. എന്ത് കാണാതെ പോകുന്നു? പൂർണ്ണ മനുഷ്യനെ കാണാതെ പോകുന്നു. പിതാവായ ദൈവം പെർഫെക്റ്റ് 100%, അതാണ് ഈ 100 100% ഓക്കെ ആയി സൃഷ്ടിച്ച മനുഷ്യൻ ഇവനെയും പെർഫെക്റ്റായി സൃഷ്ടിച്ചത് ഇവനെ കാണാം. ഇവൻ്റെ പൂർണ്ണത കാണാതെ പിതാവായ ദൈവം സൃഷ്ടിച്ച ജീവരാശികളും മരങ്ങളും വൃക്ഷങ്ങളും ചെടികളും അന്ന് സൃഷ്ടിച്ചത് എങ്ങനെ സൃഷ്ടിച്ചോ ഇന്നും അതിൻ്റെ പണി അതേപോലെ തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു മാറ്റവുമില്ല. അതിൻ്റെ പണി
അതേപോലെ തുടർന്നുകൊണ്ട് പോവുകയാണ്. അതിനൊരു മാറ്റവുമില്ല. ഇന്നും ദൈവം നോക്കുന്നു. കാണാതെ പോയതിനെ കണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ആരെ അയക്കുന്നു? യേശുക്രിസ്തു അയക്കുക. യേശുക്രിസ്തു ഇവിടെ വന്നിട്ടും ഈ ജനങ്ങൾ കണ്ടിട്ട് അറിഞ്ഞോ? അറിഞ്ഞില്ല. യേശുക്കാർ കുരിശിലടിച്ച് മരണപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നത് വരെയും ഇവരുടെ കണ്ണ് കുരുടാക്കി തോന്നും. ഏകദേശം കുറച്ച് പേർക്ക് മാത്രമേ, എന്നാൽ യഹൂദന്മാർക്ക് എല്ലാവർക്കും സുഖം കൊടുത്തിട്ടില്ല. വന്നവർക്ക് എല്ലാവർക്കും സുഖം ഇല്ലേ? വന്നവർക്ക് എല്ലാവർക്കും സുഖം. യഹൂദന്മാരെ എല്ലാവർക്കും ആ നല്ലൊരു അനുഭവം കിട്ടിയിട്ടില്ല. ഇന്നും ലോകം മുഴുവൻ 99% ഞാൻ തറപ്പിച്ച് പറയുകയാണ്. നിങ്ങൾ നോക്കിക്കളി, 99% ഇന്ന് സുവിശേഷന്മാർ കൂടെ കണ്ണുകുരുടാണ്. ദൈവം പറഞ്ഞ വാക്കിനനുസരിക്കാതെയാണ് സുവിശേഷന്മാർ പണിയെടുക്കുന്നത്. താടിയിൽ കോലം വരയ്ക്കരുതെന്ന് പറഞ്ഞാൽ താടിയിൽ കോലം വരയ്ക്കും. ഇന്ത്യ ഭൂപടം മറ്റത് മറിച്ച് എല്ലാം വരച്ചിട്ട് ഈ ഒരുമാതിരി എല്ലാം കോലം വരച്ച് വെച്ചിട്ട് നടക്കും. ഇന്നത്തെ ചെറുപ്പക്കാർ അത് ഇവർ കാണിച്ചു കൊടുക്കുന്ന ചെറുപ്പക്കാരത് ചെയ്യുന്നു. അപ്പോൾ ഇവർക്ക് നീതീകരണം, ഞാൻ നീതിമാൻ, അതാണ് 10 കന്യകമാരെ പറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നീതിമാൻ അല്ല. നമ്മൾ നീതിമാനെന്ന് നമ്മൾ ഉറയ്ക്കണമെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ വാക്കിനനുസരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ വാക്കനുസരിക്കണം. യെരുശലേമിൽ ബെത്ലഹേമിൽ യേശു ക്രിസ്തു ജനിച്ച് അപ്പോഴും രാജാവിൻ്റെ കൽപ്പന വരെ വരുന്നുണ്ട് ഇവിടെ കുഞ്ഞുങ്ങളെ കൊല്ലണമെന്ന്. അല്ലേ? എന്തുകൊണ്ടാണ്? എനിക്കൊരു ബാലകൻ പിറന്നിരിക്കുന്നു, നിങ്ങളെ രക്ഷിക്കാൻ രക്ഷകൻ പിറന്നിരിക്കുന്നു എന്നുള്ളത് അതിനു മുമ്പേ എഴുതി വച്ചിരിക്കുന്നുണ്ട്. ഇതറിഞ്ഞതിന് ശേഷവും കൊല്ലണം. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ ഏതേൻ തോട്ടത്തിലൊരുത്തനെ പിതാവായ ദൈവം പകലിൽ കാവലാക്കിയതിൻ്റെ പേരിലാണ് അവൻ മാറിപ്പോയത്. ആര്? ദൂതൻ. അവിടെ നിന്ന് മാറിപ്പോയി. അവനാണ് ഈ മനുഷ്യനെ എല്ലാത്തിനെയും വഴി മാറ്റിവിടുന്നത്, എല്ലാത്തെയും വഴി മാറ്റിവിടുന്നത്. എങ്ങനെ നോക്കിയാലും മനുഷ്യൻ രക്ഷ പ്രാപിക്കുന്നില്ല. അതാണ് വഴിയേരിയൽ വീഴുന്നത്, പാറസ്ഥലത്ത് വീഴുന്നത്, മുള്ളിനിടയിൽ വീഴുന്നത്, നല്ല നിലത്തിൽ വീഴുന്നത്. മനുഷ്യ ഹൃദയങ്ങളാണ് നിലങ്ങൾ. മുൾനിലം, വയൽനിലം, പാറനിലം, വഴിനിലം, ഇതെല്ലാം മനുഷ്യ ഹൃദയങ്ങളാണ്. ഈ മനുഷ്യ ഹൃദയങ്ങളാണ് ഇന്ന് ലോകത്തിൽ കൊന്തളിച്ചു കൊണ്ട് കിടക്കുന്നത്. ഏശയ്യാ 57:20 പറയുന്നത്, ദുഷ്ടന്മാരോ കലങ്ങിമറിയുന്ന കടൽ പോലെയാകും. ദുഷ്ടന്മാരോ കലങ്ങിമറിയുന്ന കടൽ പോലെയാകും. ഈ 100 ആടുകൾ പിതാവായ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പ് 100% സൃഷ്ടിച്ചാണ്. ഒരു 100 ആടുള്ള ഒരു മനുഷ്യൻ 100 ആളെയും കൊണ്ട് മേയ്ക്കാൻ പോകുന്നു. വനാന്തരത്തിൽ മണൽക്കാട്ടിൽ വിട്ടിട്ട് ഒരു ദിവസം 3 പ്രാവശ്യം അവൻ എണ്ണും. കാലത്തെണ്ണും, ഉച്ചയ്ക്ക് എണ്ണും, വൈകുന്നേരം എണ്ണുമ്പോൾ ഒരെണ്ണം കുറവ് വന്നുകൊണ്ട് ഇവൻ അവിടെ തന്നെ വിട്ടേച്ച് ഇവൻ തേടിപ്പോവുകയാണ്. എന്ത് തേടിപ്പോകുന്നു? കാണാതെ പോയതിനെ കണ്ടെടുക്കണം. എനിക്ക് കണ്ടെടുത്ത് ഇതിൻ്റെ കൂടെ കൊണ്ടുവരണമെന്ന് വെച്ചിട്ട് തേടിപ്പോവുകയാണ്. അത് ചിലപ്പോൾ ഒരു ദിവസം ആയിക്കാണും, 2 ദിവസം ആയിക്കാണും. ഈ നിൽക്കുമോ അവിടെ മണൽക്കാട്ടിൽ ഈ ആടുകൾ 99 ഒരിടത്തിൽ നിൽക്കുമോ? അത് എങ്ങനെയുള്ളവർ? മാനസാന്തരം കൊണ്ട് അതിൽ ഒന്ന് കാണാതെ പോയാൽ അവൻ 99നെയും മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിൽ എടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചു കൂട്ടി കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടുകിട്ടിയതുകൊണ്ട് എന്നോടുകൂടെ സന്തോഷിക്കുന്നു. ആ നാളിൽ ഒരു ആൾക്ക് 100 ആടുണ്ട് എന്നിരിക്കട്ടെ, അതിൽ ഒന്ന് കാണാതെ പോയാൽ
ഒരു സങ്കടം തന്നെയാണ്. നാലഞ്ചെണ്ണം ഉള്ളിടത്ത് ഒരെണ്ണം കാണാതെ പോകുമ്പം അത് സങ്കടം തന്നെയാണ്. അവിടെ തന്നെ വിട്ടിട്ട് ഓടിപ്പോവും. എന്നാൽ ഈ 99 അവിടെ നിൽക്കുമോ? ആടുകൾ നിൽക്കിയില്ല, ഇവരുടെ കൂടെ പോവും. അതാണ് ഉപമകൾ, സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ. ഇത് കണ്ടെടുക്കുമ്പോൾ ദൂതന്മാരുടെ ഇടയിൽ ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ ദൂതന്മാരുടെ ഇടയിൽ വളരെ സന്തോഷം, വളരെ സന്തോഷമാണ്. ഇതാണ് പറഞ്ഞത്. അതാണ് ഇത് ഒരു കനാന്യ സ്ത്രീ വന്നിട്ട് യേശുക്രിസ്തുവിൻ്റെ അടുത്ത് എൻ്റെ മകൾക്ക് ഭൂതം ബാധിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, എൻ്റെ മകൾക്ക് ഭൂതം ബാധിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു ചെവി കൊടുക്കുന്നില്ല. കാരണം എന്താണ്? മത്തായി 15 24 വചനം വായിക്കാൻ നോക്കും. മത്തായി 15 മത്തായി 15:24 നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്നവനോട് അപേക്ഷിച്ചു. അതിന് അവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്ന്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. അവനെ നമസ്കരിച്ചു. അവനോ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നല്ലതല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിനവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉദയവരുടെ മേശയിൽ നിന്നും വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലിയത്, നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. കനാനീസ് അവൾക്കും അവളുടെ മകൾക്കും രക്ഷിക്കുന്നുണ്ടാകും. 110 അധിപതി ഇന്ന് സ്വന്തം ജനത്തിനെ വിട്ടതിൻ്റെ കാരണമേ അവർ അനുസരിക്കാത്തത് കാരണം. അവർക്ക് അവരെ കൂടെ ദൈവം കൂടെ നടന്ന ജനം ആരാ ഉള്ളത്? പിതാവായ ദൈവം കൂടെ നടന്ന ജനം ആരാ ഉള്ളത്? യഹൂദ ജനത്തിൻ്റെ കൂടെ ദൈവം കൂടവേ നടന്നു. ന്യായാധിപന്മാർ, രാജാക്കന്മാർ, ദീർഘദർശികൾ, മുൻപിതാക്കൾ, ആരാധന, ഇതെല്ലാം ന്യായപ്രമാണം, ഇതെല്ലാം കൊടുത്ത് വെച്ച ജനം സമ്പത്തില്ലാത്ത ജനമാണ്. ഇവരാണ് ഈ സമ്പത്തുള്ളവർ. ആ സമയത്ത് പുറജാതികൾ ഒരു നുറുക്ക് അപ്പം കിട്ടിയാൽ, ഒരു ചെറിയൊരു വാക്ക് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് കൂടവേ നടന്നിട്ടുണ്ട്. 100 ഒരുവൻ പുറജാതി. ഇവരെല്ലാം കാണാതെ വിശ്വസിക്കുന്നവർ. മറ്റേ കണ്ട് വിശ്വസിച്ചിട്ടും ഇവർ വരും എന്നറിയിച്ചിട്ടും, നിങ്ങളെ രക്ഷിക്കാൻ മശിഹ വരും എന്ന് അറിയിച്ചിട്ടും കൂടെ ഈ ജനം അവരുടെ കണ്ണ് തുറക്കാൻ പറ്റിയില്ല. കാരണമുണ്ട്. കണ്ണ് തുറക്കാൻ പറ്റാത്ത കാരണം കുരുടാക്കി കളഞ്ഞു. കണ്ണ് കുരുടാക്കി, ചെകിട് മന്ദമാക്കി, ഹൃദയം തടിപ്പിച്ച്. നീ മാനസാന്തരപ്പെടக்கூடாது, ഗുണപ്പെടக்கூடாது, രക്ഷിക്കപ്പെടக்கூடாது. യേശുക്രിസ്തു ഈ 3.5 വർഷക്കാലം സുവിശേഷം ചെയ്ത സമയത്തേക്ക് എത്ര കിട്ടി? അങ്ങനെ രക്ഷിച്ചു കൊണ്ടുപോകണമെന്ന് വരിയിൽ എത്ര പേര് ഞാനാണ് ദൈവമെന്ന് പറഞ്ഞിട്ട് രക്ഷിച്ച് ലോകത്തെ മാറ്റിമറിച്ചാൽ മതിയായിരുന്നല്ലോ. അത് നടന്നില്ല. എന്തുകൊണ്ട്? കാരണം ഇതിനൊരു നുണുക്ക് കാരണമുണ്ട്. അതിപ്പോൾ കണ്ണ് തുറക്കില്ല. ഇപ്പം പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് ഇങ്ങനെ മനസ്സിലാക്കി എന്തെങ്കിലും നിങ്ങൾ ഇത് കേട്ടിട്ട് എന്തെങ്കിലും എൻ്റെ അടുത്ത് വിളിച്ചിട്ട് സംശയം ചോദിക്കുകയാണെന്ന് മാത്രം ചില നുണുക്ക് കാര്യങ്ങളുണ്ട് ഇതിൽ. വളരെ വിശേഷിച്ച കാര്യങ്ങൾ, സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ, മർമ്മങ്ങൾ, ആര് രക്ഷപ്രാപിക്കണം, ആര് രക്ഷപ്രാപിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്. അതിന് നിങ്ങൾക്ക് എന്നെ വിളിച്ച് സംസാരിക്കുന്നവർക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞുതരും. ഡെഫിനറ്റ്. ഞാൻ ഇന്നും കുറച്ച് ബലഹീനമാണ്, എങ്കിലും കുറച്ച് അസുഖത്തിലിരിക്കുകയാണ് ഞാൻ.
എന്നാലും എൻ്റെ അടുത്ത് കർത്താവായ യേശു ക്രിസ്തു എനിക്ക് തരുന്ന ഉണർവ് ഞാൻ ജനത്തിന് തന്നുകൊണ്ടേയിരിക്കും. കേൾക്കുക, മനസ്സിലാക്കുക, ഇതിലെ വചനങ്ങളെടുത്ത് റെഫർ ചെയ്യുക. ഇത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3:8, 9, 10 വായിക്കുമ്പോൾ അവിടെയാണ് പറയുന്നത് ആദാം കാണാതെ പോയതിനെ പറ്റി. ആദാം കാണാതെ പോയതിനെ പറ്റി അവിടെയാണ് പറയുന്നത്. 33:8, 9, 10 മനുഷ്യനെയാണ് കാണാതെ പോയത്. അതുകൊണ്ട് നാം എല്ലാവരും ഉണർവുള്ളവരായി ഭയഭക്തിയോടും ദൈവഭയത്തോടും വചനം എടുത്ത് വായിച്ച് ശ്രദ്ധയോടെ നാം ഇനിയുള്ള കാലങ്ങൾ ശ്രദ്ധിച്ച് ജീവിക്കണമെന്ന് താല്പര്യത്തോടെ അറിയിക്കുന്നു. ദൈവം തന്നെ നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.